ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ചെയ്യുന്നത് കേട്ടോ. സാഗിങ് ബ്രസ്റ്റ് എല്ലാ പെണ്ണുങ്ങൾക്കും ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. സ്പെഷ്യലി ഇൻ ന്യൂ മോംസ് എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചേച്ചി ഒരു സൊല്യൂഷൻ പറഞ്ഞുതരും. പണ്ട് തൊട്ട് നമ്മൾ അങ്ങനെയാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ റീസെന്റ് ഡെലിവറി കഴിഞ്ഞ ആൾക്കാരോട് നമ്മൾ ഡൗട്ട് ചോദിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രഗ്നൻസി ജേർണിയിലാണ് കൂടുതലും സാഗിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പലർക്കും പലതരത്തിലാണ് കേട്ടോ. ജെനറ്റിക്സ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ 30+ ഉള്ളവർക്ക്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ്, അങ്ങനെ പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രഗ്നൻസി ടൈമിലാണ് എനിക്ക് കൂടുതലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിന് കണ്ടെത്തിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് കറക്റ്റ് സൈസിലുള്ള ബ്രാ വിയർ ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ളത് ഞാൻ ആ വെയിൽ പോയതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല അമ്മമാർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതല്ലേ. ഞാൻ വാങ്ങിക്കുന്നത് നമ്മുടെ ഷൈവേ ആപ്പിൽ നിന്നാണ് കൂടുതലും എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് വാങ്ങിക്കുന്നത്. എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നേഴ്സിംഗ് ബ്രാ ആയാലും പലതരത്തിലുള്ള ബ്രാ അവർക്ക് അവൈലബിൾ ആണ്. ഹൈ സപ്പോർട്ടീവ് ബ്രാ, ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു സാഗിങ് ബ്രസ്റ്റിന് തന്നെ പലതരം ബ്രാസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമൈസർ ബ്രാ അല്ലെങ്കിൽ എവരിഡേ ബ്രാ, അങ്ങനെ കുറച്ച് ഒരു പാറ്റേൺ അവർക്ക് പലതരം ബ്രാസ് അവൈലബിൾ ആണ്. നമ്മൾക്ക് ഏതാണ് ആവശ്യം, ഇപ്പൊ ബിഗിനേഴ്സ് ആണ്, അതിട്ട് തുടങ്ങുന്നവരാണ്, ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒരു ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. യൂസ് ചെയ്തിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഈവൻ നഴ്സിംഗ് ബ്രാ പോലും അല്ലെങ്കിൽ ഫീഡിങ് ബ്രാ പോലും ഞാൻ വാങ്ങിച്ചത് ഷൈവേ ആപ്പിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നൈറ്റ് വെയറും ഒക്കെ എനിക്കൊന്ന് കുട്ടിയായതിനു ശേഷമാണ് ഇന്നേഴ്സിലേക്ക് മാത്രമായിട്ട് മാറിയത്. അവിടെ നൈറ്റ് വെയർസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ അധികം വർത്താനം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ ഈ ഒരു മിനിമൈസർ ബ്രാ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഇവിടം വരെ കവേർഡ് ആയിരിക്കും. നമ്മൾ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടം വരെ ഇരിക്കുക, ഇവിടം വരെ ഇരിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് സൈസ് ആയിരിക്കില്ല. അപ്പോൾ ഇതൊരു മിനിമൈസർ ബ്രാ ആണ് കേട്ടോ. നല്ല ഫുൾ ഇവിടം വരെ കവേർഡ് ആയിരിക്കും. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. സോഫ്റ്റ് ആണ്. നമ്മൾ ഇറിറ്റേറ്റഡ് ആവുമോ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആവുമോ ഒന്നും ചെയ്യില്ല. എനിക്ക് ഇതിന്റെ മെയിൻ ഇഷ്ടം 3 ഹുക്ക് വരുന്നതാണ്. ഞാൻ കൂടുതലും 3 ഹുക്സ് വരുന്നതാണ് ചൂസ് ചെയ്യുക. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് എല്ലാം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒട്ടിക്കിടക്കും. അതുകൊണ്ട് വലിയ ഭാരമായിട്ടോ, ചിലർ ചോദിക്കും ഈ പാഡഡ് ബ്രാ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെയിറ്റ് ആയിട്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, വെയിറ്റ്ലെസ് ആണ്. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ഒരു ഇതാണ്. നമ്മളിപ്പം ഒരുപാട് ബ്രസ്റ്റ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും മിനിമൈസർ ബ്രാ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാം കേട്ടോ. വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇവിടെ ആയാലും ഈ സൈഡിൽ പോകുന്നിടത്തായാലും നല്ല വീതിയിലാണ് ഇരിക്കുന്നത്. സോ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഭയങ്കര ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ ന്യൂ സ്റ്റോക്ക് ഞാൻ ഇറക്കിയതാണ്. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ ഇവരുടെ ഈ ഒരു നെറ്റ് വരുന്ന എനിക്ക് നമ്മൾ പൊതുവെ പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് നെറ്റ് വരുന്ന ബ്രാസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് അണ്ടർ വയേർഡ് ബ്രായാണ് കേട്ടോ. ശരിക്കും സാഗിങ് ബ്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ അണ്ടർ വയേർഡ് ബ്രാ എന്ന് പറയുന്നത്. അടിയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. നമ്മൾ ഫിറ്ററാന്ന് തോന്നും കേട്ടോ. അപ്പം ഇതിന്റെ പ്രത്യേകത ഇത് ലേസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സൈഡ് പോർഷൻ എന്ന് പറയുന്നത് ലേസ് ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പകുതി വരെ ലേസ് ഉണ്ട് കേട്ടോ. കുഞ്ഞ് സ്ട്രാപ്പാണ് വരുന്നത്. വളരെ നല്ല മെറ്റീരിയൽ ആണ്. ഇതും ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. പക്ഷെ പാഡഡ് ബ്രാ ആണ് കേട്ടോ. മിനിമൈസർ ബ്രായും അങ്ങനെ തന്നെയായിരുന്നു, പാഡഡ് ആയിട്ടുള്ള ബ്രാ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ എന്താണ് ഗൗൺസ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ഒതുങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് നല്ല വണ്ണവും ഈ ഡെലിവറി കഴിഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ബോഡിനെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലെ. സോ ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇടുന്ന അണ്ടർ ഗാർമെന്റ്സ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ അമ്മ കൊച്ചിലേ തൊട്ട് പറയും, അകത്തിട്ട സാധനം പെർഫെക്റ്റ് ആണെങ്കിൽ വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നടക്കാമെന്ന് പറയും. ഈ പറയുന്ന പോലെ ആൾക്കാർക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതൊരു അണ്ടർ വയേർഡ് ബ്രായാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പിന്നെ ഈ ഒരു ബ്രാ എന്ന് പറയുന്നത് ഇതിന്റെ പേര് പാഡഡ് വയർ ഫ്രീ എവറിഡേ ബ്രാ. ഇപ്പൊ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനാണ്. ചിലർക്ക് വയേർഡ് ആയിട്ടുള്ള
ബ്രാസ് ഇഷ്ടമില്ല അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ജോലിക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രായാണ് കേട്ടോ ഇത്. കളേഴ്സ് ഭയങ്കര കേട്ടോ, ഷൈവയുടെ എനിക്ക് സ്പെഷ്യലായിട്ട് ഇഷ്ടമായത് പല കളേഴ്സും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്ട്രാപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് നീളമുണ്ട്, സ്ട്രെച്ചബിൾ ആണ്, അതുപോലെ തന്നെ നല്ല ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ, വെയിറ്റ്ലെസ് ആണ്, പക്ഷെ ഫുൾ കവേർഡ് ആയിരിക്കും. അങ്ങനെ വൃത്തികേടോ അങ്ങനെ ഒന്നും പറയാനില്ല. ഇതിനും 3 ഹൂക്സ് ആണ് കേട്ടോ വരുന്നത്. മെറ്റീരിയലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയാണ് കൂടുതലും, എനിക്ക് ഇങ്ങനത്തെ മെറ്റീരിയലാണ് ഇടാൻ ഇഷ്ടം. പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്ത് ചെയ്യും, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. ഭയങ്കര എല്ലാം സോഫ്റ്റ് ആണ്, ഇത് ഭയങ്കര എക്സ്ട്രാ സോഫ്റ്റ് ആണ് കേട്ടോ. ഒരു റെഡ് കളർ ബ്രാ, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല, പക്ഷെ കണ്ട വഴിക്ക് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ, കളേഴ്സൊക്കെ ഭയങ്കര, ഞാൻ ലൈറ്റ് കളേഴ്സ് വളരെ കുറവായിട്ടേ ഞാൻ വാങ്ങിക്കുള്ളൂ, കൂടുതലും ഡാർക്ക് കളേഴ്സാണ് ഞാൻ വാങ്ങിക്കുക. പിന്നെ എവറി ഡേ ബേസിലൊക്കെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചതാണ്. നൈറ്റിയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ബ്രായാണ് കേട്ടോ ഇത്. ഭയങ്കര സോഫ്റ്റ് ആണ്, ഡബിൾ ലെയർഡ് ആണ്. ഇതും ഈ പറയുന്ന പോലെ നമ്മളെ വീട്ടിൽ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ബ്രായാണ്. പിന്നെ പിള്ളേരെ നമ്മൾ ബ്രാ ഇട്ട് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ബിഗിനിങ് ആണെങ്കിൽ പറ്റിയൊരു ഓപ്ഷനായിട്ട് ഞാൻ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈസ് അറിയത്തില്ലെങ്കിൽ സൈസ് കാൽക്കുലേറ്റർ ഇവർക്കുണ്ട്, അതുകൊണ്ട് അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഇതും 3 ഹൂക്സ് വരുന്നതാണ്. ഞാൻ മാക്സിമം 3 ഹൂക്സ് വരുന്നുള്ളത് നോക്കി എടുക്കാറുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതാണ് അടുത്ത ഇത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് അതും ഒരു നോർമൽ നൈറ്റിയുടെ രാത്രിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രായാണ് ഞാൻ വാങ്ങിച്ചത്. ഇവരുടെ മെറ്റീരിയൽസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ, ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഇപ്പോഴും 2 വർഷം മുമ്പ് മേടിച്ചതും ഒരു കേട് കൂടാതെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ച സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു, ഫ്രീ പാൻറ്റീസ്, 2 പാൻറ്റീസ് ഫ്രീ ഉണ്ടായിരുന്നു. അതും നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റീസ് ആണ് കേട്ടോ. നമ്മുടെ സൈസ് തിരഞ്ഞെടുത്ത് കൊടുത്തത്, സൈഡൊക്കെ ഭയങ്കര ഇതായിട്ട് ഇതുണ്ടോ, 2XL വരെ ഉള്ളത് ഉണ്ട് കേട്ടോ. അതെ, നല്ല എലാസ്റ്റിക്, ഭയങ്കര സോഫ്റ്റ് ആണ് ഇത്. പാൻറ്റീസ് പോലും അത്രയ്ക്കും സോഫ്റ്റാന്ന് പറയുന്നതായിരിക്കും അതിൽ സത്യം. അപ്പൊ ഇത് 2 ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് നോക്കിയാണ് എങ്ങനെ ഉണ്ടായിരിക്കും മെറ്റീരിയൽ എന്ന് അറിയാൻ. ഞാൻ ഓർത്ത് എന്താവും എന്ന് വിചാരിച്ചു, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. 2ഉം സെയിം കളറാണ് കേട്ടോ. എപ്പോഴും ഓഫറും കാര്യങ്ങളും ഒക്കെ ഷൈവയിൽ അവൈലബിൾ ആണ് കേട്ടോ. ആപ്പ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ കാറ്റഗറീസിലും ഫ്ലാറ്റ് 50 and 40% എപ്പോഴും കാണും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 5% ഡിസ്കൗണ്ടും കിട്ടും. COD അവൈലബിൾ ആണ്. ഇതിന് മെയിൻ ഹൈലൈറ്റ് COD അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 15 days എക്സ്ചേഞ്ച് ആൻഡ് റിട്ടേൺ ഉണ്ട് കേട്ടോ. അതും നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നിങ്ങൾ ചെന്നൈയിലുള്ളവരാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ വിതിൻ 1 day നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതർ സ്റ്റേറ്റ്സ് ആണെങ്കിൽ 2 to 3 daysനുള്ളിൽ നിങ്ങൾക്ക് അത് കിട്ടും. എനിക്ക് ശരിക്കും 2nd day എനിക്ക് ആ ഓർഡർ കിട്ടി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായ Divine10 യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം നിങ്ങൾക്ക് ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാനത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കാണിച്ചത് മാത്രമല്ലല്ലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാസ് അവർക്ക് അവൈലബിൾ ആണ്. ഹൈ സപ്പോർട്ടിങ് ബ്രാ, അങ്ങനെ കുറേ ബ്രാസ് ഉണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്കും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം, അല്ലെങ്കിൽ നല്ല പാഡഡ് ബ്രാസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഷൈവേ ആപ്പിൽ കയറി ഒന്ന് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടമാവും. എപ്പോഴും ഓഫറും കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫ്ലാറ്റ് 50, ഫ്ലാറ്റ് 40 ഒക്കെ കാണും. അതും എല്ലാ കാറ്റഗറീസിലായിരിക്കും നിങ്ങൾക്ക് ഓഫർ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒട്ടും മിസ് ചെയ്യണ്ട, ഉറപ്പായിട്ടും പോയി ട്രൈ ചെയ്ത്. ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ, എല്ലാവർക്കും അല്ല, ഗേൾസിന് ആവശ്യമായിട്ടുള്ള സംഭവമാണല്ലോ അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങിച്ച് നോക്കുക, എനിക്കിഷ്ടമാണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.